നമസ്കാരം കൂട്ടുകാരെ, ലൈഫ് ഓഫ് വേവ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു വലിയ റിക്രൂട്ട്മെന്റ് കൊണ്ടാണ്. ഇത്രയും ദിവസം വരാതിരിക്കാനുള്ള കാരണം അതാണ്. നല്ലൊരു വേക്കൻസീസ്, അതായത് ഒരുപാട് പേരിലേക്ക് എത്താനുള്ള ഒരു വേക്കൻസീസ് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ അടുത്ത് റിലീസ് ചെയ്ത ഒരു വേക്കൻസി പോസ്റ്റുകളാണ്. സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റെയിൽവേസിൽ റിക്രൂട്ട്മെന്റ്, RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ റിക്രൂട്ട്മെന്റ് 2/2024 റിക്രൂട്ട്മെന്റ് ഓഫ് ടെക്നീഷ്യൻസ് എന്ന പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഏകദേശം 9144 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് 9/3/2024 ലാസ്റ്റ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് പൈസ അടച്ച ഫീ അടച്ചുള്ള ക്ലോസിംഗ് ഡേറ്റ് 8/4/2024. അപ്പം മറക്കേണ്ട ഡേറ്റ് 8/4/2024 അവസാന തീയതിയാണ്. ഓക്കെ. ടെക്നീഷ്യനിൽ എങ്ങനെയൊക്കെ പോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് 1 സിഗ്നലിൽ ലെവൽ 5 ഇനീഷ്യൽ ബേസിക് പേ 29,200 1000 വേക്കൻസിയും 1092 വേക്കൻസി എക്സാക്ട്ലി പറഞ്ഞാൽ. ടെക്നീഷ്യൻ 3 ലെവൽ 2 19,900 ഇനീഷ്യൽ പേ ആണ്, 8,052 വേക്കൻസിയും വന്നിട്ടുണ്ട്. ഗ്രേഡ് 3ക്ക് 18 മുതൽ 33 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഗ്രേഡ് 1ന് 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി ദിസ് ഇൻക്ലൂഡ്സ് റിലാക്സേഷൻ ഓഫ് 3 years ഏജ് ബിയോണ്ട് ദി പ്രിസ്ക്രൈബ്ഡ് ഏജ് ലിമിറ്റ് ആസ് വൺ ടൈം മെഷർ ഡ്യൂ ടു കോവിഡ്. അതായത് ഇതില് ശരിക്കും പറഞ്ഞാൽ 33 വയസ്സ് പറയുന്നത് 30 വയസ്സുള്ളതാണ്. അത് 3 വയസ്സ് ആഡ് ചെയ്തിരിക്കുകയാണ്, ഇപ്പൊ എക്സ്ട്രാ തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ടെക്നീഷ്യനിൽ സിഗ്നൽ നോക്കി കഴിഞ്ഞാൽ 18 മുതൽ 33 ആയിരുന്നു, അത് 36 ആക്കിയത് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് കാരണം കുറച്ച് നമുക്കൊരു ടൈം ഗ്യാപ്പ് വന്നതുകൊണ്ട് ആ ടൈം ഗ്യാപ്പ് കൂടി റിലാക്സ് ചെയ്യുന്ന രീതിയിലാണ് അവര് ഇത് കൊടുത്തിരിക്കുന്നത്, എന്ത് ഏജ് പാരാമീറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഓൺലൈനാണ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഇത് കൂടാതെ മറ്റ് ബെനിഫിറ്റ്സ് നമ്മുടെ SC/ST കാറ്റഗറിക്ക് കൊടുക്കുന്നതായിരിക്കും. ഇനി എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് നോക്കാം നമുക്ക്. എവിടെയൊക്കെ വേക്കൻസി നമുക്ക് ജസ്റ്റ് നോക്കാം. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഫിസിക്കൽ മെഡിക്കൽ വേക്കൻസീസ് വന്നിട്ട് മെഡിക്കൽ ഫിറ്റ്നസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് A3, B1, B2 എന്നീ ലെവലിൽ ചെക്ക് ചെയ്യും. അതായത് വിഷ്വൽ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടാതെ ഏജ് റിലാക്സേഷൻ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷം, OBCക്ക് 3 വർഷം എന്നിങ്ങനെയുണ്ട്. ഇത് മാത്രമല്ല, നമുക്കിതിന്റെ ക്വാളിഫിക്കേഷൻ ലെവലിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് വിൽ നോട്ട് ബി ആക്സെപ്റ്റഡ്. ഓക്കെ. അപ്പോൾ ഡിപ്ലോമക്കാരെ അവരെ എടുക്കില്ല. ITI ഫോർ ദ പോസ്റ്റ് ഓഫ് ടെക്നീഷ്യൻ 2, അതായത് ലെവൽ 2ലേക്ക് ITI ആണ് പറയുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അതിന് ഫുൾ ഡീറ്റെയിൽസ്. ഫീസ് വരുന്നത് 500 രൂപയാണ്. SC/ST കാൻഡിഡേറ്റിന് 250 രൂപയാണ്. എക്കണോമിക്കലി വീക്കറിനും 250 രൂപയാണ്. ക്വാളിഫിക്കേഷൻസ് നമ്മൾ നോക്കുകയാണ്. എക്സാംസ് വരുന്നത് ജനറൽ അവയർനെസ്, റീസണിങ്, മാത്സ്, എഞ്ചിനീയറിംഗ്, ബേസിക് എഞ്ചിനീയറിംഗ് എന്നിങ്ങനെയാണ് വേക്കൻസി വിളിച്ചിരിക്കുന്നത്. ഏതിന്? ലെവൽ 1ന്. ഓക്കെ. ലെവൽ 3ക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് മാത്സ്, ജനറൽ ഇൻ്റലിജൻസ്, സയൻസ്, അവയർനെസ് എന്നിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അനെക്സ്ചറിൽ നമുക്ക് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കി പോവാം.
ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ നമ്മുടെ ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സൈറ്റിൻ്റെ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ടെക്നിക്കൽ കൊടുത്തിരിക്കുന്നത് ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, ഓർ 3 ഇയർ ഡിപ്ലോമ. അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് 1-നാണ് അതൊക്കെ. ടെക്നീഷ്യൻ ഗ്രേഡ് 1-ന് കറസ്പോണ്ടിങ് ഏതൊക്കെയാണ് ടെക്നീഷ്യൻ ചോദിക്കുന്നത്, അതായത് സിഗ്നൽ ആവട്ടെ, അങ്ങനെ ഓരോ ടൈപ്പ് ഉണ്ടല്ലോ, വാഗൺസിൻ്റെ ഉണ്ട്, അങ്ങനെ ഓരോരോ ഡിഫറെൻറ്റ് ടെക്നീഷ്യൻസ് ഉണ്ട്. ആ ടെക്നീഷ്യൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. BSc 3 ഇയർ ഡിപ്ലോമ ഇൻ സ്ട്രീംസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ലെവൽ 1-നാണ്, അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 ലെവലിലാണ്. 3 ലെവലിൽ വരുമ്പോൾ SSLC പ്ലസ് ITI ആണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ VHSC സർട്ടിഫിക്കറ്റ്. ഓക്കെ. സോ നിങ്ങൾ കൂട്ടുകാരെ നമ്മളെ ഫുൾ ഡീറ്റെയിൽ, കാരണം ഇതിൽ ഒരുപാട് പറയുന്നുണ്ട്, ഫിറ്റർ അങ്ങനെയുള്ള ഒരുപാട് പോസ്റ്റ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. സോ നിങ്ങളത് കഴിഞ്ഞിട്ട് ഇതിൽ അപ്ലൈ ചെയ്യുക, വളരെ അപ്ലൈ ചെയ്യുക. ഇന്ത്യ മുഴുവനുള്ള വേക്കൻസിയാണ്. ഓൾമോസ്റ്റ് 9,000 വേക്കൻസി പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വേക്കൻസി അല്ല. നമ്മുടെ നാട്ടിൽ PSCക്ക് തന്നെ നമ്മൾ 200-300 വേക്കൻസിക്ക് അല്ലെങ്കിൽ 100 വേക്കൻസിക്ക് തന്നെ ലക്ഷം ആളുകൾ അപ്ലൈ ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എന്ന്. ഓക്കെ. പിന്നെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഇതിലിടാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പറയണം, എന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. താങ്ക് യു.